രാവിലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പേജിന് ലൈക്കും ഷെയറും കുറവാണെന്ന് കേട്ടു, ശരിയാണോ? എനിക്കറിയില്ല എന്ത് പറ്റി എൻ്റെ സഖാവിന് ഈ ഗതി വന്നല്ലോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കേരളത്തെ 10 വർഷം നയിച്ചൊരു മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്നത്. എന്തെല്ലാം രീതിയിൽ ആക്രമിക്കാൻ നോക്കി. അവസാനം ഇ.ഡി വരെ വന്നിട്ട് ഇ.ഡി വന്നതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ലാൽ സലാം കൊടുക്കുമ്പോൾ പുറത്ത് ഇ.ഡിയുടെ കാറ് വരെ അടിച്ചു പൊട്ടിക്കാൻ ആളുകളുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ ഒരു സഖാക്കൾ പോലും തയ്യാറാകുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ. ഇതിപ്പോൾ അവരുടെ സംസ്ഥാന കമ്മിറ്റി കൊടുത്തിട്ടുള്ള നിർദ്ദേശമാണ്. എല്ലാ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഇപ്പോൾ എറണാകുളം ജില്ലാ കമ്മിറ്റിയിലാണെങ്കിൽ ഒരു ലൈവ് പോകും, ആ ലൈവിന് 2 പോസിറ്റീവ് കമൻറ്റും 1 ലൈക്കും കൊടുത്തിരിക്കണം, 1 ഷെയറും കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ നിന്റെ കാപ്പീസ് പോകും. ഇതാണ് പുതിയ കണക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കോൺഗ്രസ്സുകാരുടെ ശല്യം സഹിക്ക വയ്യാത്തൊരവസ്ഥയാണ്. ഈ കോൺഗ്രസ്സുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവർ കാണിക്കുന്നത്? 10 വർഷത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ, ഇന്നത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ കൊണ്ടുവന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇടുന്നു. മോശമല്ലേ? അതെ, തീർച്ചയായും. ഈ കോൺഗ്രസ്സുകാരുടെ നെഗറ്റീവ് കമന്റുകൾ മൂലം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടെന്നേ. അദ്ദേഹം ആരായിരുന്നു? കേരളത്തിന്റെ വികസന നായകനായിരുന്നു, ജനനായകൻ. അദ്ദേഹം അല്ലാതെ വേറെ ആരായിരുന്നു കേരളത്തെ സംരക്ഷിക്കാൻ? അല്ല, സഹാക്കളുടെ ക്യാപ്റ്റൻ ആയിരുന്നല്ലോ. ക്യാപ്റ്റനോ? അയാളല്ലാതെ വേറെ ആര്? കേരളത്തിലെ ജനങ്ങൾ തന്നെ ചോദിച്ചു, എവിടെ ഞങ്ങളുടെ പിണറായി സഖാവ്? തിരികെ കൊണ്ടുപോവാ എന്ന് കേരളത്തിലെ ജനസമൂഹം വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ. ഇപ്പോ അദ്ദേഹം നിയമസഭയിൽ ഇരിക്കുമ്പോ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടി പലരും കളിക്കുന്ന കളിയാണ് ഇതൊക്കെ. ചോദിക്കുകയാണ്, ഇങ്ങനെ വായി നോക്കി ഇരുന്നാ മതിയോ? തിരിച്ചെന്തെങ്കിലും പ്രതികരിക്കണ്ട. അല്ല, ഏറ്റവും കൂടുതൽ ചാർജ് ചെയ്തത് നമ്മുടെ ബാലഗോപാലാണ്. എന്തെങ്കിലും എഴുന്നേറ്റ് പറഞ്ഞൂടെ? ഇങ്ങനെ മിണ്ടായിരുന്നു എങ്ങനെയാ ശരിയാവുക? അദ്ദേഹത്തിന്റെ ആ നോട്ടം ആ സമയത്ത് കാണായിരുന്നു. എന്നോടോടാ അതിലും കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ കളിയാക്കുവാണെന്നേ. അതെ, ബാലഗോപാൽ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ സ്ഥാനം തട്ടിയെടുക്കാൻ നോക്കുകയാണെന്ന് കോൺഗ്രസ്സുകാർ ആക്ഷേപിക്കുക. എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ 10 വർഷം നമ്മളെ ഭരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി, വികസന നായകൻ, അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും പേരുകൾ കൊടുക്കാനുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അല്ല, ക്യാപ്റ്റൻ ഓൾറെഡി ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ, അതായത് എനിക്കൊന്ന് ശൈല ടീച്ചറാണെന്ന് തോന്നുന്നു. ശൈല ടീച്ചർ അല്ല, വീണ ജോർജ് ആണ് പറയുന്നത്. സാർ, ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻ ഉണ്ട് സാർ. അതെ, കപ്പിത്താൻ. ഈ കപ്പലാടി വിലയുകയില്ല സാർ, ഞങ്ങൾക്കൊരു കപ്പിത്താൻ ഉണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് കപ്പിത്താൻ എന്നുള്ള പേര് വീണപ്പോ തന്നെ അദ്ദേഹത്തിന് പല പേരുകൾ ആളുകൾ ഇട്ടു. പിന്നെ ഒരു തിരുവാതിര ഗാനത്തിൽ കാരണഭൂതൻ എന്നുള്ള ഒരു പേരും കൂടി വന്നല്ലോ, അത് മറക്കരുത്. പിന്നീട് ഈ കാരണഭൂതനാണ് അദ്ദേഹത്തിന് മുഴുവൻ താളം തെറ്റിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാലോചിച്ച് നോക്കൂ. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഒരു നൃത്തം കാണാൻ വേണ്ടി പോകുന്നു. അതിൽ അദ്ദേഹത്തെ കുരുക്കാൻ വേണ്ടിയിട്ട് ചില ചാലക ശക്തികൾ, അമേരിക്കൻ വൻകിട ശക്തികളാണ് ഇതിന്റെ പിന്നിൽ. അപ്പോൾ പല നേതാക്കന്മാരും പറയുന്നുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ. ഇതിനകത്തെല്ലാം മുതലാളിത്ത ശക്തികളുടെ പിൻബലത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് ആ തിരുവാതിരയിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുവന്നതിന് ശേഷമോ തിരുവാതിര നടക്കുമ്പോൾ എല്ലാത്തിനും കാരണഭൂതൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പേരിട്ട് കൊടുക്കുന്നു. ആ പേര് ഈ മുതലാളിത്ത ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇമേജ് തകർക്കുന്നു. പക്ഷെ ആ മെഗാ തിരുവാതിര നടന്ന ആ ഒരു സാഹചര്യം, ആ ഒരു കാലഘട്ടം കൂടി ഒന്ന് ഓർക്കണം. കോവിഡ് പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് കൂടിയാണ് അദ്ദേഹത്തെ കാരണഭൂതനാക്കി ഒരു മെഗാ തിരുവാതിര കളിച്ചത്. എല്ലാത്തിനും കാരണഭൂതൻ അദ്ദേഹമാണ്. നമ്മളെ രക്ഷിക്കാനും നമ്മളെ ശിക്ഷിക്കാനും എല്ലാത്തിനുമുള്ള കാരണഭൂതൻ അദ്ദേഹമായിരുന്നു. 10 കൊല്ലക്കാലമാണ് കേരള ജനതയെ അദ്ദേഹം നെഞ്ചിലേറ്റി നടന്നത്. എന്നിട്ട് ആ ജനത എന്താണ് അയാൾക്ക് തിരിച്ചു കൊടുത്തത്? ഒന്നാലോചിച്ച് നോക്കൂ. പ്രതിപക്ഷ നേതാവ് സ്ഥാനം. എന്നിട്ട് പാർട്ടി അണികളോ ഇറങ്ങിപ്പോടാന്ന് പ്രതിപക്ഷ സ്ഥാനത്തിരുന്നപ്പോ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു കാണും. അത് ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളത്തെ MLA ആയിട്ടുള്ള സജീന്ദ്രൻ, എറണാകുളം ജില്ലയിലെ ഒരു MLA ആണ്. അപ്പൊ അദ്ദേഹം നിയമസഭയിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത്തരത്തിൽ ഞങ്ങൾക്കൊരു കനകോലും ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഒരു കിണറുകോലും ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതി കൊടുത്ത ചില ഭാഷ്യങ്ങൾ, ഇപ്പോ PR വർക്കിന്റെ പേരിൽ എഴുതി കൊടുത്ത മഴ കുട മഴ വന്നാൽ വീട്ടിൽ പോടാ, ആ വീട്ടിൽ പോടാ ഡയലോഗ് കയറ്റി എഴുതി കൊടുത്തതിന്റെ പേരിൽ പിണറായി വിജയൻ സഖാവ് അനുഭവിച്ചത് എന്തൊക്കെയാണ് നമ്മൾ മറക്കരുത്. അദ്ദേഹത്തിന് നാണം കെടുത്തിയില്ലേ? അതോ കഷ്ടപ്പെട്ട് മോഹൻലാലിനെ വെച്ച് ഒരു 2-3 ലക്ഷം രൂപ ചെലവാക്കി ഒരു ഇന്റർവ്യൂ നടത്തി, 2-3 അല്ല 11 ലക്ഷമാണ്, 11 ലക്ഷം രൂപ ചെലവാക്കി ഒരു ഇന്റർവ്യൂ നടത്തി. ആ ഇന്റർവ്യൂവില് മോഹൻലാലിനെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിച്ച് ചിരിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പിണറായി വിജയനെ, ഞങ്ങളുടെ ക്യാപ്റ്റനെ അദ്ദേഹം ചിരിച്ചുല്ലസിച്ച് ജനത കണ്ടു. എന്നിട്ടോ അതിന്റെ പിറ്റേ ദിവസം എഴുതി കൊടുത്തേക്കുക, വീട്ടിൽ പോയി ചോദിക്കടാന്ന്.
എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള PR ടീമുകളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ആണ് അദ്ദേഹം പുതിയ നിർദ്ദേശവുമായിട്ട് വരുന്നത്. കാരണം ഈ PR ടീമിനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുമെന്ന് തോന്നുന്നില്ല ഈ കോൺഗ്രസിനെ തളയ്ക്കാൻ. കാരണം VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം, VD സതീശൻ മുഖ്യമന്ത്രി ആവുന്നത് നമ്മൾ കണ്ടതാണ്. എന്തെല്ലാം വിഷയങ്ങളായിരുന്നു. VD സതീശനെ മുഖ്യമന്ത്രി ആക്കുന്നത് ഞങ്ങൾ ഹൈക്കമാൻഡിന് വിട്ടുകൊടുക്കൂ എന്ന് പറഞ്ഞ നേതാക്കന്മാരെ പരസ്യമായിട്ട് ചീത്ത വിളിച്ചാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മാസ് ക്യാമ്പയിനർ ആയിരുന്നു ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലിന്റെ ഇമേജ് എവിടെയാണ് ഇടിഞ്ഞത്? ഈ VD സതീശനെ എതിർത്തപ്പോഴല്ല. VD സതീശൻ മുഖ്യമന്ത്രി ആകണമോ വേണ്ടയോ എന്ന് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇന്നലെ വരെ സ്റ്റാർ ആയിരുന്ന ഷാഫി പറമ്പിൽ ഒറ്റ ദിവസം കൊണ്ട് ആ വാല്യൂ ഇടിഞ്ഞ് നിലത്തേക്ക് വീണു. അങ്ങനെയാണ്. VD സതീശനെ ജനങ്ങളാണ് ഏറ്റെടുത്തത്. അപ്പോ അതിന്റെ പിന്നിൽ VD സതീശന്റെ വലിയൊരു കറുത്ത സംഘങ്ങളും അല്ലെങ്കിൽ വലിയൊരു PR സംഘവും ഉണ്ട്. അപ്പോൾ ഈ പിണറായി വിജയൻ സഖാവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വന്ന് കമ്പനി ഇടാൻ വേണ്ടിയിട്ട് മുതലാളിത്ത ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് VD സതീശൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ VD സതീശനെ തകർക്കണമെങ്കിൽ സാധാരണപ്പെട്ട അടിത്തട്ടിലുള്ള പാവപ്പെട്ട സഖാക്കൾ വന്ന് കമന്റും ലൈക്കും ഷെയറും ഇട്ട് ഞങ്ങൾ പിണറായി വിജയൻ സഖാവിനെ സഹായിക്കണം. അല്ല, അദ്ദേഹത്തിന് രക്ഷകനായിട്ടാണ് ഇപ്പോൾ നമ്മുടെ MV ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പിണറായി വിജയൻ സഖാവ് ഒറ്റയ്ക്ക് ഇതെല്ലാം ഏറ്റെടുക്കേണ്ടി വരാത്ത. അല്ല, അദ്ദേഹം ഡയറക്റ്റ് ആണ് ഈ ജില്ലാ ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ പ്രസ് കോൺഫറൻസിനും അല്ലെങ്കിൽ ഓരോ പ്രസ്താവനകൾക്കും അല്ലെങ്കിൽ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റിനും എല്ലാം ഓരോ ഇമോജി, ഒരു കമന്റ്, ഒരു നല്ല പോസിറ്റീവ് കമന്റ്. അല്ലാത്ത പക്ഷമൊക്കെ ഈ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ വരുന്നതെല്ലാം 1-2 ലൈക്കും ബാക്കി വരുന്നതെല്ലാം കുമ്മോജിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പാർട്ടി സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ, ഇങ്ങനൊരു തോൽവിയാണ് ഉണ്ടാവുന്നതെങ്കിൽ ഒറ്റയ്ക്ക് ഞങ്ങളെ പിണറായി വിജയൻ സഖാവ് ഇതെല്ലാം ഏറ്റെടുക്കേണ്ടി വരത്തില്ലായിരുന്നോ? ഇദ്ദേഹത്തിന്റെ താത്വിക അവലോകനങ്ങൾ അതിനുശേഷവും അതിനു മുമ്പും അതിനുശേഷവും വന്നതുകൊണ്ടല്ലേ 50-50 ഷെയർ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ ഫ്രണ്ട് ഇൻ ഫ്രണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു സീറ്റ് കൊടുത്തതിനാണ് ഇത്ര വലിയ വിഷയം. എന്താണ്, ഭാര്യ കമ്മ്യൂണിസ്റ്റുകാരിയാണ്, ഭാര്യ എനിക്ക് മുന്നേ സമരങ്ങൾക്ക് ഇറങ്ങിയ ആളാണ്, എന്തുകൊണ്ട് സീറ്റ് കൊടുത്തൂടാ? ഞാൻ പാർട്ടി സെക്രട്ടറി ആണെന്നല്ല ഉള്ളൂ, എന്റെ ഭാര്യ അതിലും വലിയ കമ്മ്യൂണിസ്റ്റുകാരിയാണ്, എന്തുകൊണ്ട് കൊടുത്തൂടാ? അത് ചോദ്യം ചെയ്യുന്നു. ശരിയാണോ? പ്രത്യേകിച്ച് ന്യായം. എന്നെക്കാൾ മുന്നേ പാർട്ടിയിൽ വന്ന ഒരാള് അവർക്ക് സ്ഥാനാർത്ഥി ആകണമെന്ന് പറയുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നത് ശരിയാണോ? അല്ല. അദ്ദേഹം തന്നെ പറഞ്ഞു എന്റെ ഭാര്യയാണ് എന്ന് കരുതി എനിക്കത് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. അതിന് അദ്ദേഹം ന്യായീകരണം തന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സ്ത്രീകളെ ഒരു മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിൽ എതിർക്കുന്നവർ അത് മെയിൽ ഷോണിസ്റ്റ് ആ ഒരു കാറ്റഗറിയിൽപ്പെട്ടവരാണ്. അദ്ദേഹത്തിന്റെ നല്ല മനസ്സ് ആരും കാണാതെ പോയി. അത് വലിയ നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതെ, വനിതകൾക്ക് പൊതുനിരത്തിലേക്ക് മുന്നോട്ട് കടന്നു വരാൻ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു പ്രത്യേക പാർട്ടി എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മുടെ MV ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എനിക്ക് പാർട്ടി ഏതാണെന്ന് അറിയാമോ? പുരോഗമന പ്രസ്ഥാനമാണ്. നമ്മൾ അതുകൊണ്ട് എന്താണ്, ഇത്തരത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന മാസ് ക്യാമ്പയിനേഴ്സ് ഉണ്ടായിരുന്നു. അതായത് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരുപാട് ക്യാപ്സ്യൂളുകൾ ഇടാനും ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബോഡി ഷെയിം ചെയ്യാനും അവരെ മാനസികമായിട്ട് തകർക്കാനും അവരെ ചീത്ത വിളിക്കാനും ഞങ്ങൾക്ക് ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീം ഒളിഞ്ഞിരിക്കുന്നു എന്ന് കരുതി കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് അവര് മിതത്വം പാലിച്ചാണ് ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത്. ഇനി ആ മിതത്വം ഒന്നും ഉണ്ടാകത്തില്ല. ഇനി അവരെ ഞങ്ങൾ ഇറക്കിയിട്ട് പോസിറ്റീവ് കമന്റുകളാണ്. പണ്ട് ഞങ്ങൾ നെഗറ്റീവ് സാധനങ്ങളാണ് അടിക്കാതിരുന്നെങ്കിൽ, കാപ്പ് സ്ക്രീൻഷോട്ടും അതേ കൂട്ടുള്ള സാധനങ്ങളാണ് നിർമ്മിക്കാൻ വെച്ചിരുന്നെങ്കിൽ, ഇന്ന് ഞങ്ങൾ പുതിയ സാധനങ്ങളുമായിട്ടായിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെയുള്ള പ്രതിപക്ഷത്തെ ഇന്നത്തെ സർക്കാർ നേരിടാൻ പോകുന്നത് വളരെ വലിയ വിഷയത്തിലായിരിക്കും. ഒരു മാസം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മാസം കൊണ്ട് ഈ സർക്കാരിന്റെ ഇമേജ് ഇടിച്ചു. എന്താണ് വിഷയം? ഒരു വിഷയമില്ലാതെ ഇത്രയും വിഷയങ്ങൾ ഒരു മാസക്കാലം കൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തിന് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ 5 വർഷം തയ്ക്കുന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്.